നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 5/2/2025 ബുധനാഴ്ച, കൊല്ലവർഷം 1200, മകരം 23-ാം തീയതി, ശുക്ലപക്ഷ അഷ്ടമിയും ഭരണി നക്ഷത്രവും വരുന്ന ദിവസം. ഭദ്രകാളി 10 ജപിച്ചാൽ, അതായത് ഭദ്രകാളിയെ ഉപാസന തുടങ്ങുന്നതിന് ഏറ്റവും പറ്റിയ ദിവസമാണ്. കൊടുങ്ങല്ലൂരൊക്കെ തുടങ്ങിയ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം വളരെ വിശേഷമുള്ള അന്നദാനവും മറ്റ് വഴിപാടുകളുമൊക്കെ, ഗുരുതിയും പ്രധാനപ്പെട്ട എല്ലാ വഴിപാടുകളും നടത്തുന്ന ക്ഷേത്രങ്ങളിൽ, ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട വഴിപാടുകൾ നടത്തുന്ന, ഗുരുതി നടത്തും, അതുപോലെ തന്നെ ഭരണി പാട്ട് നടത്തുന്നതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭഗവതിയുടെ, ഭദ്രകാളി അമ്മയുടെ ഭദ്രകാളി 10 ദിവസവും മുടങ്ങാതെ 41 ദിവസം ഈ മകരഭരണി നാൾ തുടങ്ങുകയാണെങ്കിൽ, ഇനി മകരഭരണി നാൾ തുടങ്ങാൻ സാധിക്കാത്തവർക്ക് ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച തുടങ്ങി മുടങ്ങാതെ 21 ദിവസം ഭദ്രകാളി 10 ജപിച്ചാൽ ജാതകത്തിലെ ചൊവ്വാദോഷങ്ങൾ മുഴുവൻ മാറിക്കിട്ടും. അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടന്നു കിട്ടും. സ്ഥല സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, സ്ഥല വിൽപ്പന നടക്കാൻ പറ്റാത്തവർ, സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, വിദ്യാഭ്യാസം, പരീക്ഷകളെ നേരിടുമ്പോൾ വിജയം, കുറച്ചൊക്കെ പ്രാവശ്യം പരീക്ഷയിൽ ഭയം വന്നിട്ട് പരീക്ഷയിൽ പരാജയം സംഭവിച്ചവർക്ക്, ഇപ്പൊ വലിയ നീറ്റ്, അതുപോലെ തന്നെ CA, പിന്നെയുള്ള അതുപോലെ തന്നെ IELTS ഒക്കെ എഴുതി പരാജയം അടഞ്ഞവർക്ക് ഈ 21 ദിവസം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കൾ 21 ദിവസം മുടങ്ങാതെ ഭദ്രകാളി 10 ജപിച്ചാൽ തീർച്ചയായും ഭഗവതി അനുഗ്രഹിക്കുകയും ഈ മകരം, കുംഭം, മീനമൊക്കെ ഭരണി നാൾ വളരെ വിശേഷപ്പെട്ടതാണ്. എല്ലാ ഭരണിയും വിശേഷപ്പെട്ടതാണ്. പ്രത്യേകിച്ചും മകരഭരണി നാളിൽ, അതുപോലെ തന്നെ കുംഭഭരണി നാളിൽ, അതുപോലെ മീനഭരണി നാളിലൊക്കെ ഭഗവതിക്ക് വളരെ വിശേഷമുള്ള ദിവസമായതുകൊണ്ട് ഭദ്രകാളി 10 ജപിക്കുക. ഏതെങ്കിലും ഒരു ഭരണി നാളിലോ ചൊവ്വാഴ്ചയോ, ചൊവ്വയും വെള്ളിയും അഷ്ടമിയും ഒക്കെ അമ്മയ്ക്ക് വളരെ വിശേഷമുള്ള ദിവസമാണ്. ഇന്ന് ബുധനാഴ്ചയും അഷ്ടമിയും ഭരണിയും ചേർന്ന് വരുന്ന ദിവസം ഭദ്രകാളി 10 ഭക്തിപൂർവം ജപിക്കുക. അങ്ങനെ 21 ദിവസം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, സ്ഥല വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഭദ്രകാളി 10 നിത്യം 21 ദിവസമല്ല, ശരിക്കും മറ്റ് പീരീഡ്സ് തുടങ്ങിയ വിഷമങ്ങൾ ഇല്ലാത്തവർക്ക് മുടങ്ങാതെ ഈ മകരഭരണി മുതൽ മീനഭരണി വരെ ജപിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ്. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, ചൊവ്വയുടേതായ എല്ലാ ദോഷങ്ങളും, കേസ്, വഴക്ക്, കുടുംബദേവതയുടെ ഒരു അപ്രീതി, ഇതെല്ലാം മാറിക്കിട്ടുവാൻ സഹായകമാകും. നമുക്കൊന്ന് ഭക്തിപൂർവം ഈ ഭദ്രകാളി 10 കേട്ടു നോക്കാം. കണ്ഠേ കാളി മഹാകാളി കാളനീരദ വർണ്ണിനി കാളകണ്ഠാത്മജേ ശ്രീ ഭദ്രകാളി നമസ്തുതേ. കണ്ഠേ കാളി മഹാകാളി കാളനീരദ വർണ്ണിനി കാളകണ്ഠാത്മജാതേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ദാരുകാദി മഹാദുഷ്ട ദാനവൗഘ്ന നിഷൂദനെ ദീനരക്ഷണ ദക്ഷേ ശ്രീ ഭദ്രകാളി നമസ്തുതേ. ദാരുകാദി മഹാദുഷ്ട ദാനവൗഘ്ന നിഷൂദനെ ദീനരക്ഷണ ദക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ചരാചര ജഗന്നാഥേ ചന്ദ്രസൂര്യാഗ്നിലോചനെ ചാമുണ്ഡേ ചണ്ഡമുണ്ഡേ ശ്രീ ഭദ്രകാളി നമസ്തുതേ. ചരാചര ജഗന്നാഥേ ചന്ദ്രസൂര്യാഗ്നിലോചനെ ചാമുണ്ഡേ ചണ്ഡമുണ്ഡേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. മഹൈശ്വര്യപ്രദേ ദേവി മഹാത്രിപുര സുന്ദരി മഹാവീര്യേ മഹേശി ശ്രീ ഭദ്രകാളി നമോസ്തുതേ. മഹൈശ്വര്യ
മഹൈശ്വര്യപ്രദേ ദേവി മഹാത്രിപുരസുന്ദരി മഹാവീര്യേ മഹേശി ശ്രീ ഭദ്രകാളി നമോസ്തുതേ. സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഭദ്രമൂർത്തേ ഭഗാരാധ്യേ ഭക്തസൗഭാഗ്യദായികേ ഭവസങ്കടനാശേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഭദ്രമൂർത്തേ ഭഗാരാധ്യേ ഭക്തസൗഭാഗ്യദായികേ ഭവസങ്കടനാശേ ശ്രീ ഭദ്രകാളി നമസ്തുതേ. നിസ്തുലേ നിഷ്കളേ നിത്യേ നിരപായേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. നിസ്തുലേ നിഷ്കളേ നിത്യേ നിരപായേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീ ഭദ്രകാളി നമസ്തുതേ. പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി പഞ്ചാശൽ പീഠരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി പഞ്ചാശൽ പീഠരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. കന്മഷാരണ്യദാവാഗ്നേ ചിന്മയേ സന്മയേ ശിവേ പത്മനാഭാദിവന്ദ്യേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. കന്മഷാരണ്യദാവാഗ്നേ ചിന്മയേ സന്മയേ ശിവേ പത്മനാഭാദിവന്ദ്യേ ശ്രീ ഭദ്രകാളി നമസ്തുതേ. ശ്രീ ഭദ്രകാളി നമസ്തുതേ. ശ്രീ ഭദ്രകാളി നമസ്തുതേ. ഭദ്രകാളി പത്തു ഭക്ത്യാ ഭദ്രാലേ ജപേ ജപം ഓതുവോർക്കും ശ്രവിപ്പോർക്കും പ്രാപ്തമാം സർവമംഗളം. കന്മഷാരണ്യദാവാഗ്നേ ചിന്മയേ സന്മയേ ശിവേ പത്മനാഭാദിവന്ദ്യേ ശ്രീ ഭദ്രകാളി നമസ്തുതേ. ശ്രീ ഭദ്രകാളി നമസ്തുതേ. ശ്രീ ഭദ്രകാളി നമസ്തുതേ. ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഭദ്രകാളി പത്തു ഭക്ത്യാ ഭദ്രാലയേ ജപേ ജപം ഓതുവോർക്കും ശ്രവിപ്പോർക്കും പ്രാപ്തമാം സർവമംഗളം. പ്രാപ്തമാം സർവമംഗളം. കണ്ഠേ കാളി മഹാകാളി കാളനീരദവർണിനി കാളഖണ്ഡാത്മജാതേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ദാരുകാദി മഹാദുഷ്ടേ ദാനവൗഗ്നനിഷൂദനെ ദീനരക്ഷണ ദക്ഷേ ശ്രീ ഭദ്രകാളി നമസ്തുതേ. ചരാചര ജഗന്നാഥേ ചന്ദ്രസൂര്യാഗ്നിലോചനെ ചാമുണ്ഡേ ചണ്ഡമുണ്ഡേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. മഹൈശ്വര്യപ്രദേ ദേവി മഹാത്രിപുരസുന്ദരി മഹാവീര്യേ മഹേശി ശ്രീ ഭദ്രകാളി നമോസ്തുതേ. സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഭദ്രമൂർത്തേ ഭഗാരാധ്യേ ഭക്തസൗഭാഗ്യദായികേ ഭവസങ്കടനാശേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. നിസ്തുലേ നിഷ്കളേ നിത്യേ നിരപായേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി പഞ്ചാശൽ പീഠരൂപേ ഭദ്രകാളി നമസ്തുതേ. ശ്രീ ഭദ്രകാളി നമസ്തുതേ. കന്മഷാരണ്യദാവാഗ്നേ ചിന്മയേ സന്മയേ ശിവേ പത്മനാഭാദിവന്ദ്യേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ശ്രീ ഭദ്രകാളി നമസ്തുതേ. ശ്രീ ഭദ്രകാളി നമസ്തുതേ. ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഭദ്രകാളി പത്തു ഭക്ത്യ ഭദ്രാലേ ജപേ ജപം
ഓതുവോർക്കും ശ്രവിപ്പോർക്കും പ്രാപ്തമാം സർവമംഗളം. ഈ ഭദ്രകാളിപ്പത്ത് നിത്യം ചൊല്ലുന്നത് കൊണ്ട് ഇപ്പൊ ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങൾ വന്നിട്ട് അതുകൊണ്ട് രോഗം കൊണ്ട് വലയുന്നവരെ, ക്യാൻസർ ഇപ്പൊ കുറെ പൂർണ്ണമായി മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വളരെയേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, രോഗാതി ദുരിതങ്ങൾ അനുഭവിക്കുന്ന, കടം കൊണ്ട് വലയുന്ന, ഏതു പരിഹാരം കാണാൻ പറ്റാതെ വിഷമിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും അമ്മയുടെ ഈ ഭദ്രകാളിപ്പത്ത് നിത്യം ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുക. കഴിയുമെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലുകയും കേൾക്കുകയും ചെയ്യൂ. തീർച്ചയായും 21 ദിവസം മുടങ്ങാതെ ഭദ്രകാളിപ്പത്ത് മകരഭരണി മുതൽ മീനഭരണി നാൾ മുടങ്ങാതെ ചെല്ലാൻ പറ്റുന്നവർ മുടങ്ങാതെ ചെയ്യൂ. മക്കൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് സന്തതികൾക്ക് മാത്രമല്ല, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും തനിക്ക് തന്നെ വേണ്ടിയിട്ടും കുടുംബ ഐക്യത്തിന് വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് കുടുംബ പരദേവതയുടെ അനുഗ്രഹം ലഭിക്കാനുമൊക്കെ നമുക്ക് ഈ ഭദ്രകാളിപ്പത്ത് ജപിക്കാം. എല്ലാവർക്കും ഈ ഭദ്രകാളിപ്പത്ത് ജപിക്കുന്നതിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. വരാഹിദേവിയെ പ്രാർത്ഥിക്കുന്നവർ വൈകിട്ട് വരാഹിദേവിയുടെ പ്രാർത്ഥന ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഭദ്രകാളിപ്പത്ത് കൂടി ജപിച്ചാൽ പൂർണ്ണ ഫലം കിട്ടും. ഭദ്രകാളി അമ്മയെ ഉപാസിക്കുന്നവരും ഭദ്രയെ ഉപാസിക്കുന്നവരും മുരുകനെ ഉപാസിക്കുന്നവരും അമ്മയുടെ 64 കൈകളുള്ള രൂപത്തെ പ്രത്യങ്കര, അതുപോലെ മഹാകാളി, കൊടുങ്കാളി തുടങ്ങിയ തെക്കൻ കരിങ്ങാളി, വടക്കൻ ചൊവ്വ തുടങ്ങിയ ഏത് ഭാവത്തെ ഉപാസിക്കുന്നവരായാലും ഈ ഭദ്രകാളിപ്പത്ത് ജപിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും, ചൊവ്വ എന്ന ഏറ്റവും രോഗവും ദുരിതവും കഷ്ടതകളും എല്ലാം തരുമ്പോൾ അതിൽ നിന്നും നമുക്കൊരു ശമനം തരുന്ന ഈ അമ്മയുടെ അനുഗ്രഹത്തിനായി എല്ലാവരും ഭദ്രകാളിപ്പത്ത് ഭക്തിപൂർവം ജപിക്കൂ. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.